സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. അതായത് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പല ചോദ്യങ്ങളുടെയും ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. നന്നായിട്ട് എഴുതി പഠിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ perpendicular to the line x minus 7y plus 5 equal to 0 and having x-intercept 3. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ലൈന് നമ്മൾ എഴുതാൻ പോകുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ നമ്മുടെ എഴുതേണ്ട ലൈനിൻ്റെ x-intercept നമുക്ക് തന്നിട്ടുണ്ട്. x-intercept എന്താണ്? 3 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ x മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ലൈനിൻ്റെ സ്ലോപ്പിലേക്ക് പോകാം. therefore we find out the slope of x minus 7y plus 5 equal to 0. അവിടെ സ്ലോപ്പ് ഓഫ് x minus 7y plus 5 equal to 0 is നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല നെഗറ്റീവ് a by b, ax plus by plus c equal to 0 എന്നുള്ള ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നെഗറ്റീവ് a by b എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ നെഗറ്റീവ് ഇവിടെ a എത്രയാണ്? 1 ആണ്, b നെഗറ്റീവ് 7. therefore നെഗറ്റീവ് 1 by നെഗറ്റീവ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 7. ഇനി അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി റിക്വയർഡ് ലൈൻ, ലൈൻ ഇങ്ങനെ കിട്ടും. നമുക്കറിയാം രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 ആണ് അവയുടെ സ്ലോപ്പെങ്കിൽ m1 m2 ഈക്വൽ ടു നെഗറ്റീവ് 1 ആണ്. m1 m2 നെഗറ്റീവ് 1 ആണെങ്കിൽ m1 m2 നെഗറ്റീവ് 1 ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്ലോപ്പ് അറിഞ്ഞിരുന്നാൽ രണ്ടാമത്തെ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് 1 by m1, അതായത് നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും രണ്ടാമത്തെ സ്ലോപ്പ്. അപ്പം നമ്മൾ ഇവിടെയുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് റിക്വയർഡ് ലൈൻ, നമുക്ക് വേണ്ടുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ. അത് നമുക്ക് m എന്ന് എടുക്കാം. നെഗറ്റീവ് 1 by 1 by 7. 1 by 7 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 7 ആണ്. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് 7 ആണ്. അതുപോലെ മറ്റെന്താണ് തന്നിട്ടുള്ളത് നോക്കുക. x-intercept തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതുകൂടി എഴുതാം. x-intercept ഈക്വൽ ടു ഈക്വൽ ടു 3 ആണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലെറ്റർ ഡി ആണ്. ഡി ഈക്വൽ ടു 3. അപ്പോൾ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ലൈൻസിൽ നമ്മൾ പറയുന്നുണ്ട് സ്ലോപ്പ് എമ്മും x-intercept 3യും ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് ദി ലൈൻ എങ്ങനെ എഴുതാം? സ്ലോപ്പും x-intercept എന്ന് കിട്ടിയിരുന്നാൽ ഇക്വേഷൻ y ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് ഡി, അതായത് y ഈക്വൽ ടു m നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് 7 ആണ്. x മൈനസ് ഡി ഈസ് 3. therefore it is നെഗറ്റീവ് 7x പ്ലസ് 21. y ഈക്വൽ ടു നെഗറ്റീവ് 7x പ്ലസ് 21. therefore our equation is 7x plus y മൈനസ് 21 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അത് ക്രമത്തിൽ കണ്ടുപിടിക്കുക, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി റൈറ്റ് ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് 3, 4 ആൻഡ് നെഗറ്റീവ് 1, 2. അപ്പോൾ ഇവിടെ റൈറ്റ് ബൈസെക്ടർ എന്താണെന്ന് നോക്കണം. ആദ്യം എന്താണ് റൈറ്റ് ബൈസെക്ടർ എന്ന് നോക്കാം. റൈറ്റ് ബൈസെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ രണ്ട് പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്, പിയും ക്യൂവും. പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പോകുന്ന ലൈനിന് അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ പറയുന്നത് റൈറ്റ് ബൈസെക്ടർ എന്ന്. therefore റൈറ്റ് ബൈസെക്ടർ ഈസ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി മിഡ് പോയിൻറ്റ് ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ സെഗ്മെൻറ്റ് പി ക്യൂ. അപ്പോൾ പിയും ക്യൂവും രണ്ടറ്റാണ്. ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പോകുന്ന പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ റൈറ്റ് ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. ലെറ്റ് എൽ ബി ദി റൈറ്റ് ബൈസെക്ടർ. നമുക്ക് ഈ റൈറ്റ് ബൈസെക്ടറിനെ എൽ എന്ന് വിളിക്കാം. റൈറ്റ് ബൈസെക്ടർ എൽ എന്നുള്ള ലൈനാണെങ്കിൽ
അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ലൈനിൻ്റെ മേലുള്ള ഒരു പോയിൻ്റ് കിട്ടണം. അപ്പോൾ പോയിൻറ്റിന് വേണ്ടി നമുക്കെടുക്കാം പി ക്യൂവിൻ്റെ മിഡ് പോയിൻറ്റ്. പി ക്യൂവിൻ്റെ മിഡ് പോയിൻറ്റിലൂടെയാണ് ലൈന് പോകുന്നത്. Therefore we find out the midpoint of PQ. Therefore midpoint of PQ. PQവിൻ്റെ മിഡ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫോർമുല നമുക്കറിയാം x1 + x2/2. അപ്പോൾ നമുക്ക് 3 + -1/2 and y1 + y2/2. Therefore 4 + 2/2. That is equal to 2/2 1. 4 + 2 6/2 3 1 3 ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മിഡ് പോയിൻ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ മേലെയുള്ള പോയിൻ്റാണ്. അപ്പോൾ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്ലോപ്പ് കിട്ടണം. സ്ലോപ്പ് എങ്ങനെ കാണുന്നു നോക്കാം. പി ക്യൂവിന് പെർപെൻഡിക്കുലറാണ് എൽ. അപ്പോൾ പി ക്യൂവിൻ്റെ സ്ലോപ്പ് അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലിൻ്റെ സ്ലോപ്പ് എഴുതാൻ പറ്റും. Therefore first we find out slope of PQ. Slope of PQ. PQവിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. 2 പോയിൻ്റ് അറിഞ്ഞിരുന്ന സ്ലോപ്പ് കാണാനുള്ള ഫോർമുല y2 - y1/x2 - x1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പോയിൻ്റ് നോക്കാം. 2 - 4/-1 - 3. അപ്പോൾ 2 - 4/-1 - 3. ദാറ്റ് ഈസ് ഈക്വൽ ടു -2/-4. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി എങ്ങനെ സ്ലോപ്പ് ഓഫ് നമുക്കിവിടെ അറിയുന്ന മറ്റൊരു കാര്യം പി ക്യു എന്താണ്, എല്ലിന് പെർപെൻഡിക്കുലറാണ്. Therefore slope of L, നമ്മുടെ റൈറ്റ് ബൈസെക്ടറിൻ്റെ സ്ലോപ്പ് ഓഫ് എൽ ഈക്വൽ ടു നെഗറ്റീവ് റെസിപ്രോക്കൽ. Therefore -1/1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ സ്ലോപ്പ് ഓഫ് എൽ -2 ആണ്. നമുക്ക് സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു, പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ സ്ലോപ്പിനെയും പോയിൻറ്റിനും ഒന്ന് എഴുതാം. m ഈക്വൽ ടു -2. പോയിൻ്റ് എന്താണ്, x1 y1 എന്നാണ് നമ്മൾ ഫോർമുല എഴുതുമ്പോഴെടുക്കാറ്. അതാണ് നമ്മുടെ 1 3. ഇനി ഇക്വേഷൻ എഴുതാം. Therefore equation of L is line equation y minus y1 equal to m into x minus x1. That is y minus 3 equal to -2 into x minus 1. That is y minus 3 equal to -2x plus 2. Therefore ഈ റൈറ്റിലുള്ള ടേം നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 2x plus y minus 5 equal to 0. അപ്പോൾ 2x plus y minus 5 is equal to 0 is the equation of the right bisector. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് റൈറ്റ് ബൈസെക്ടർ. കുറച്ചധികം മാർക്കിൻ്റെ ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കണം. Find the coordinates of the foot of the perpendicular from the point -1 3 to the line 3x minus 4y minus 16 equal to 0. നമുക്ക് ഈ തന്നിട്ടുള്ള പോയിൻറ്റിനെ പി എന്ന് വിളിക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അതായത് പിയിൽ നിന്നും നമ്മൾ ഈ ഒരു ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ട്, അതായത് എ എന്ന് പറയുന്ന പോയിൻറ്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയുടെ കോർഡിനേറ്റ്സ് കാണണം. നമുക്ക് എയുടെ കോർഡിനേറ്റ്സിനെ എ ബി എന്ന് വിളിക്കാം. അപ്പോൾ എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 3x minus 4y minus 16 equal to 0. ആ ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ട്, പിയിൽ നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ എയും ബിയും കണക്ട് ചെയ്യുന്ന 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. എങ്ങനെയൊക്കെ ഫോം ചെയ്യാൻ നോക്കാം. ഈ എ എന്ന് പറയുന്ന പോയിൻ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ളൊരു പോയിൻ്റാണ് എ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം തീർച്ചയായിട്ടും. അതായത് ലൈനിൻ്റെ മേലെയുള്ള ഏതൊരു പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ലൈനിൻ്റെ ഇക്വേഷൻ. Therefore the point A must satisfy the equation 3x minus 4y minus 16 equal to 0. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതുന്നത് എ ചിത്രം വരച്ച് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് എഴുതാൻ. ലെറ്റ് എ ബി, അതായത് ക്യാപിറ്റൽ എ, കോർഡിനേറ്റ്സ് എ ബി ബി ദി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ.
എപ്പോഴും നമ്മളൊരു പുതിയ ചിത്രം വരക്കുമ്പോൾ ആ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെ എഴുതണം. പെർപെൻഡിക്കുലർ. ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എ ആണ്. എ കോർഡിനേറ്റ്സ് എ, ബി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി എ ലൈസ് ഓൺ ദി ലൈൻ എൽ. നമുക്ക് ലൈൻ എല്ലിനെ വിളിക്കാം. എ അതായത് ക്യാപിറ്റൽ എ ലൈസ് ഓൺ ദി ലൈൻ എൽ. അപ്പോൾ എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെർഫോർ 3 ഇൻറ്റു എക്സിന് പകരം എ എന്ന് കൊടുക്കാം, വൈക്ക് പകരം ബി എന്ന് കൊടുക്കാം, -16 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എയും ബിയും കണക്ട് ചെയ്യുന്ന, സ്മോൾ ലെറ്റർ എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എയും ബിയും കണക്ട് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അതായത് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതുപോലെ എ പിയുടെ സ്ലോപ്പും കണ്ടുപിടിക്കുന്നു. എ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് ലൈനിന് പെർപെൻഡിക്കുലറാണ്, 90 ഡിഗ്രിയിലാണ്. അപ്പോൾ സ്ലോപ്പുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. അതായത് M1 M2 -1 ആയിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് എൽ കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് ഓഫ് എൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നിരുന്നാൽ നമുക്ക് എഴുതാൻ അറിയാം. -a/b ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -3/-4. ഇറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇനി സ്ലോപ്പ് ഓഫ് നമ്മുടെ പി എ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്ക് 2 പോയിൻ്റ് ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. y2 - y1/x2 - x1 ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് b - 3/a - -1 കിട്ടും. ഇനി ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, അതായത് എൽ പെർപെൻഡിക്കുലർ ടു പി എ ആണ്. ദെർഫോർ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് M1 M2 ഈക്വൽ ടു -1, അതായത് b - 3/a+1 ഒരു ലൈനിൻ്റെ പി എയുടെ സ്ലോപ്പ് ഇൻറ്റു എല്ലിൻ്റെ സ്ലോപ്പ് 3/4 ഈക്വൽ ടു -1 ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു b - 3 ഈക്വൽ ടു -1 ഇൻറ്റു 4 ഇൻറ്റു a+1. അപ്പോൾ -4 ഇൻറ്റു a+1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ 3b - 9 ഈക്വൽ ടു -4a - 4. ഇനി എയും ബിയും ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്നത് 4a + 3b - 5 ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇനി ഇത് രണ്ട് ഇക്വേഷനും കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ആ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളുടേത് 3a ആയിരുന്നു. 3a - 4b - 16 ഈക്വൽ ടു 0 അല്ലേ, ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ വേരിയബിൾ എ എടുക്കുന്നു, അതായത് എ എഴുതി ബൈ ആ എ കഴിഞ്ഞിട്ടുള്ള കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു -16 3 ഇൻറ്റു -16 ഈസ് -48 -4 ഇൻറ്റു -5, അതായത് ഈ കോഎഫിഷ്യൻ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 3 ഇൻറ്റു -16 -48 -4 ഇൻറ്റു -5 -4 ഇൻറ്റു -5 20 ആണ്. അപ്പോൾ 20 എന്ന് വരും. ഈക്വൽ ടു ബി ബൈ എന്ന് പറയുമ്പം ബി ആണ് ഈ വേരിയബിൾ. ബിയുടെ ആ ഒരു കോഎഫിഷ്യൻസ് ഒഴിവാക്കിയിട്ട് അടുത്ത കോഎഫിഷ്യൻ്റ് -5 ആണ്. -5 ഇൻറ്റു 3 ദാറ്റ് ഈസ് -15 മൈനസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -5 ഇൻറ്റു 3 -15 മൈനസ് നമ്മൾ ആ ഫോർമുലയിൽ ഉപയോഗിക്കുന്നതാണ്. -16 ഇൻറ്റു 4 ദാറ്റ് ഈസ് -64. അപ്പോൾ -64 എന്ന് പറയുമ്പോൾ +64 എന്ന് വരും. ഈക്വൽ ടു, അതായത് നമ്മൾ എ എടുത്തു, ബി എടുത്തു. ഇനി ഇതിൽ വേരിയബിൾസ് ഇല്ല, അതുകൊണ്ട് നമ്മളവിടെ 1 എന്ന് എടുക്കുന്നു. 1 ബൈ നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് എടുക്കുന്നു. 1 എടുക്കുമ്പോൾ ഈ
നമ്പർ മാറ്റിയിട്ട് അടുത്ത കോഎഫിഷ്യൻറ്റ് 4 ആണ്. അടുത്ത ടേമിൽ വരുമ്പോൾ 4 ഇൻറ്റു -4 ഈസ് -16 മൈനസ് 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ഈസ് 9 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ ഈ മെത്തേഡിൽ എ കാണാൻ നമ്മൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് എ കണ്ടുപിടിക്കും, ബി കാണാൻ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബൈ നെഗറ്റീവ് 68 എന്ന് കിട്ടും, ഈക്വൽ ടു ബി ബൈ 64 മൈനസ് 15 എന്ന് പറയുമ്പോൾ 49 ആണ് വരിക. 49 ബി ബൈ 49 ഈക്വൽ ടു 1 ബൈ -25. 1 ബൈ -25. ഇനി എ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് റേഷ്യോസ് ഈക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു -68 ബൈ 25. എ ഈക്വൽ ടു -68 ബൈ 25 -25 ദാറ്റ് ഈസ് ഈക്വൽ ടു 68 ബൈ 25 വരും. ഇനി ബി കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 49 ബൈ -25. ദർഫോർ ബി ഈക്വൽ ടു 49 ബൈ -25 ദാറ്റ് ഈസ് -49 ബൈ 25. Therefore foot of perpendicular foot of perpendicular is equal to പോയിൻ്റ് കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതണം 68 ബൈ 25 -49 ബൈ 25. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഏത് മെത്തേഡിലും സോൾവ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി മാറ്റമുള്ളൊരു മെത്തേഡിൽ സോൾവ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ ഈ മെത്തേഡ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ അയച്ചു തരാം. അപ്പോൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഇത്. കുറച്ചുകൂടി എളുപ്പമാണ്, നമ്മൾ കുറച്ചുകൂടി സ്റ്റെപ്സ് കുറവാണ് ഇതിന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു വെച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കിട്ടിയിട്ടുള്ളത് 68 ബൈ 25 -49 ബൈ 25 ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അടുത്തത്. അസ്യൂമിങ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻസ് വർക്ക് ആസ് എ പ്ലെയിൻ മിറർ ഫോർ എ പോയിൻറ്റ്, find the image of the point 1, 2 in the line x minus 3y plus 4 equal to 0. അതായത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഒരു പോയിൻറ്റിന് മിററായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു പ്ലെയിൻ മിറർ പോലെ ഈ ലൈൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഇമേജ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മിറർ പോലെ കൺസിഡർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഈ പിയിലേക്കും ക്യൂയിലേക്കുള്ള ദൂരങ്ങൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇമേജ് എടുക്കുന്നത്. പിയുടെ ഇമേജ് ക്യൂ ആണെങ്കിൽ ക്യൂവിൽ നിന്നും പിയിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജാണ് നമുക്ക് കാണേണ്ടത്. ക്യൂ ആണ് ഇമേജ് എന്ന് വിചാരിക്കുക. പി ഇവിടെയാണുള്ളത്. അപ്പോൾ ലൈനാണ് നമ്മുടെ മിററെങ്കിൽ ക്യൂ ആണ് അതിൻ്റെ ഇമേജ്. ഇപ്പോൾ ക്യൂ എന്നുള്ള ഇമേജിനെ നമുക്ക് എച്ച് കെ എന്ന് വിളിക്കാം. അപ്പോൾ ലെറ്റ് എച്ച് കെ ബി ദി ഇമേജ് ഓഫ് ദി പോയിൻ്റ് പി. നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ എച്ച് കെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നേരത്തെ ചോദ്യത്തിൽ നമ്മൾ എ ബി എന്ന് എടുത്തതുകൊണ്ട് ഇവിടെ നമ്മൾ എച്ച് കെ എന്ന് എടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എച്ച് കെ ആണ് ഇമേജ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെർഫോർ ലെറ്റ് എച്ച് കെ ബി ദി ഇമേജ്. അതായത് ക്യൂ ആണ് നമ്മളെടുത്തത്. ക്യൂ എച്ച് കെ ബി ദി ഇമേജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എച്ച് കെ വരുന്ന നേരത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ എ ബി കാണാൻ വേണ്ടി നമ്മൾ എയും ബിയും ഉൾപ്പെടുന്ന രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. അതേപോലെ ഇവിടെ എച്ചും കെയും ആണ് നമുക്ക് വേണ്ടത്. എച്ചും കെയും ഉൾപ്പെടുന്ന രണ്ട് ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യുന്നു.
അപ്പോൾ എച്ചും കെയും ഉൾപ്പെടുന്ന രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ ഒന്ന് നമുക്ക് സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം, കാരണം ഇത് പെർപെൻഡിക്കുലറാണ്. പി ക്യു എന്ന് പറയുന്ന ലൈന് സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് നമുക്ക് സ്ലോപ്പിൻ്റെ കണ്ടീഷൻ എടുക്കാം. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ഒരേ ദൂരത്തിലാണ് സ്ട്രെയിറ്റ് ലൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ കൂടി എടുക്കാം. മിഡ് പോയിൻ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ആയിരിക്കും. ആ മിഡ് പോയിൻറ്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ആദ്യം നമ്മൾ എയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് മിഡ് പോയിൻ്റ് ഓഫ് പി ക്യു. പി ക്യുവിൻ്റെ മിഡ് പോയിൻ്റ് ഓഫ് പി ക്യുവിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ചിത്രം വരച്ചാലുള്ള ഒരു ഗുണമാണ്, നമുക്ക് ചിത്രത്തിൽ നോക്കിയിട്ട് നമുക്ക് സ്റ്റെപ്സ് എഴുതാം. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് പി ക്യു എ ആണ്. എങ്ങനെ കിട്ടും മിഡ് പോയിൻ്റ് ഓഫ് പി ക്യു? x1 + x2/2 ദാറ്റ് ഈസ് h+1/2 പിന്നെ k+2/2 മിഡ് പോയിൻ്റ് കിട്ടി. ദാറ്റ് പോയിൻ്റ് ലൈസ് ഓൺ ദി ലൈൻ. ഈ ലൈനിൻ്റെ മേലെയാണ് ഈ പോയിൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയിൻ്റ് ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ദി പോയിൻ്റ് A lies on the line. Therefore എക്സിനും വൈക്കും നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് എയുടെ കോർഡിനേറ്റ്സ് കൊടുക്കാം. Therefore we can write എക്സിന് പകരം h+1/2. Therefore h+1/2 മൈനസ് 3 × y. വൈക്ക് പകരം k+2/2 +4 = 0. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2 കൊണ്ടൊന്ന് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴെങ്ങനെ വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h+1 മൈനസ് 3 × k+2 +4 × 2 8 അല്ലേ, =0. 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ഓരോ പുതിയ മെത്തേഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 2 കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യാൻസലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. Therefore h+1 മൈനസ് 3k മൈനസ് 6 +8 = 0. ഇനി ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ചിൻ്റെ ടേം h മൈനസ് 3k +3 = 0 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് മിഡ് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നോക്കാം. സ്ലോപ്പ് ഓഫ് ദി ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? ഏത് ഫോർമുല ഉപയോഗിക്കാം? -a/b ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/-3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ദെർഫോർ സ്ലോപ്പ് ഓഫ് പി ക്യു എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് പി ക്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് പി ക്യു നമുക്ക് 1/3 നിന്നല്ല, നമ്മൾ നേരത്തെയുള്ള പോയിൻറ്റ്സിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് പി ക്യു ഈസ് k-2/y2 - y1/x2 - x1 h-1. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും അല്ലേ. രണ്ട് പെർപെൻഡിക്കുലർ ആണ്. പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. Therefore 1/3 × k-2/h-1 = -1. Therefore 1/3 × k-2/h-1 = -1. That is k-2 equal to -3 × h-1. k-2 equal to -3h + 3. Therefore 3h plus k minus 5 equal to 0. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് അടുത്തടുത്ത് എഴുതാം. 3h
പ്ലസ് കെ മൈനസ് 5 ഈക്വൽ ടു 0 രണ്ടാമത്തെ ഇക്വേഷനാണ്. കുഴപ്പമില്ല, ഇങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതിയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ഇക്വേഷനാണത്. രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ ആദ്യം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് മൈനസ് 3k പ്ലസ് 3 ഈക്വൽ ടു 0. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഇവിടെ നമ്മുടെ വേരിയബിൾ എച്ചും കെയും ആണ്. അപ്പോൾ എച്ച് ബൈ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് ബൈ അടുത്ത കോഎഫിഷ്യൻറ്റ് 3 × 1 3 മൈനസ് 3 × -5 ഈസ് 15 ഈക്വൽ ടു കെ ബൈ 3 × 3 -5 × 1 -5 minus 3 × 3 is 9. It is equal to 1 by 3 × -3, that is -9, minus 1 × 1, that is 1. Therefore h by -12 equal to k by -14 equal to 1 by -10. ഇനി നമുക്ക് ഈ രണ്ട് റേഷ്യോ ഉപയോഗിച്ചിട്ട് എച്ച് കണ്ടുപിടിക്കാം. ഈ രണ്ട് റേഷ്യോ ഉപയോഗിച്ചിട്ട് കെ കണ്ടുപിടിക്കാം. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു -12 by -10, കെ ഈക്വൽ ടു -14 by -10. Therefore h is equal to -12 by -10, k equal to -14 by -10. That is h is equal to 6 by 5 and k equal to 7 by 5. Therefore image, what is the image? Image is coordinates ആയിട്ട് എഴുതുക 6 by 5, 7 by 5. ഇതാണ് ഇമേജ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. പലപ്പോഴും വലിയ മാർക്കിന് 6 മാർക്കിൻ്റെ എല്ലാം ഗ്രൂപ്പിലാണ് ഇത് വരിക. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ചിത്രവും വരക്കണം. എന്നാൽ നീറ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ചിത്രം വരച്ചാലേ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ചിത്രം വരച്ചുകൊണ്ട് തന്നെ ആൻസർ എഴുതണം.